ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ബിഗിനർ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ പറഞ്ഞു ഗൈസ്. അയ്യോ കുഴപ്പമില്ല, എത്രാമത്തെ എപ്പിസോഡിലേക്ക് സാധാരണ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ മണ്ടയ്ക്ക് കൊടുത്തോളാം. അപ്പം നമ്മൾ ജസ്റ്റ് ആ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മളൊന്ന് മാറിയായിരുന്നു ഗൈസ്. കണ്ടോ, ഇതാണിപ്പം നമ്മൾ കണ്ട ഓക്കെ, നമുക്ക് തിരിച്ചെത്തിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നെതറിൽ പോകുന്നില്ല, കാരണം കഴിഞ്ഞ എപ്പിസോഡ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നെതറിലോട്ടൊക്കെ ഒന്ന് പോയായിരുന്നു. ഇതൊക്കെ പുതിയ സാധനമാണ് ഗൈസ്. നെതറിൽ പോയി ഞാൻ അവിടെ നിന്ന് ലാവയ്ക്കകത്ത് വീണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സാധനമെല്ലാം പോയി. എൻ്റെ ഈ നെതറാക്കും ഞാൻ ഒന്നും വെക്കാതെ ഞാൻ ആകപ്പാടെ ആ ബ്ലേസ് റോഡും ഉണ്ടായിരുന്നു, നോക്കട്ടെ, ബ്ലേസ് റോഡും ഇതും മാത്രമേ ഞാനത് വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനവും എൻ്റെ നിന്ന് പോയി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നെതറിൽ പോകുന്നില്ല. നെതറിൽ നമുക്ക് പതുക്കെ കൊണ്ട് പോകാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി തൊട്ട് ഒരാഴ്ചയിൽ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. കാരണം സ്കൂളൊക്കെ തുറന്നിട്ടില്ല, ഇതുവരെ തുറക്കാൻ പോകുന്നു. അപ്പം +1 ആണ്, 18-ാം തീയതി തുറക്കും. അപ്പം ആഴ്ച ഒരു ദിവസം വെച്ച് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കെന്തായാലും നേരെ വീഡിയോ ഇട്ടുവാം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത് പറയുമ്പോൾ നമുക്കൊരു 2 ഫാം ഉണ്ടാക്കണം ഗൈസ്. ഞാൻ ഈ സീരീസ് ഫാമൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചതാണ് ചെറിയ ലോകം. പിന്നെ ഇവിടെ ഒരു പാലം ഉണ്ടാക്കണം ഗൈസ്. പാലം എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ ഷെയർ ചെയ്ത് ആ ഷീപ്പിനെ ഞാൻ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് ഷെയർ ചെയ്ത് ഗൈസ്. ലാഗ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊരു പാലം ഉണ്ടാക്കണം. ശരിക്കും പാലം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, ഞാനിപ്പം ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മരത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം മരം ഉണ്ടെങ്കിൽ നമുക്ക് ഫെൻസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കുറച്ച് മരം അവിടെ കയ്യിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് മരം അങ്ങ് വെട്ടിയെടുത്തേക്കാം. ഇവിടെ മരം എന്തി തീർന്നു? അത് തീർന്നു. ഓക്കെ, താഴോട്ടെ മതി. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഉള്ള മരം എല്ലാം ഇവിടെ കുറച്ച് മരം നിൽപ്പുണ്ട്. അതെല്ലാം നമുക്ക് വെട്ടിയെടുത്തേക്കാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ മരവും കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. കാരണം മരമെല്ലാം നമ്മൾ നട്ട് വെച്ചൊന്നും കിളിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ഓക്കെ, അതും തീർന്നു. പിന്നെ ഞാൻ ഈ മലയുടെ അതുകൊണ്ട് ഇല്ലല്ലോ അവിടെ കണ്ട ഈ മരവും വെട്ടിയെടുത്തിട്ട് പിന്നെ ഈ മലയുടെ പുറവിൽ ഞാനൊരു മരം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീടിരിക്കുന്നതിൻ്റെ പുറവിൽ നമുക്ക് ആ മരമോടെ വെട്ടിയെടുക്കണം. ശരിക്കും ഇതൊക്കെ ഞാൻ തുടങ്ങിയ സമയത്തെങ്ങാണ്ട് ഞാൻ കൊണ്ട് നട്ട് വെച്ച് ഇത് ഇതുവരെ കിളിച്ചിട്ടില്ല. ഞാൻ ഇവിടുന്ന് അനങ്ങാറില്ല. ഞാൻ ഈ ഏരിയയിലോട്ടൊന്നും വരാതില്ല. ചങ്കിലോടാവൊന്നുമില്ല, അതൊന്നും കിളിക്കുന്നുമില്ല. പിന്നെ അവിടെ വെച്ചിരുന്ന ക്യാരറ്റ് അതും കിളിക്കുന്നില്ല. അതും കിളിക്കുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുമ്പം ചങ്കിലോടാവാത്തോണ്ട് അതും കിളിക്കത്തില്ല. എല്ലാം കുഴപ്പമാണ്. നമുക്കെന്തായാലും മരമെല്ലാം വെട്ടിയെടുത്തിട്ട് കഴിഞ്ഞിട്ട് എല്ലാം കിട്ടി. ഇത്രയും മതിയായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ സർക്കിൾ ഷേപ്പിൽ ഉണ്ടാക്കണോ അതോ ഞാൻ സ്ക്വയറിൽ തന്നെ ഉണ്ടാക്കണം ഗൈസ്. അധികം ഇതൊന്നും എടുക്കാതെ സ്ക്വയറിൽ തന്നെ ഉണ്ടാക്കിയേക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും പുറകിലെങ്ങാണ്ട് ഞാൻ ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടുമില്ല. ഒരു വട്ടം എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ കേവ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. ഇവിടെ ഒന്നും കേവൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് അപ്പുറത്തുനിന്ന് കേവ് കിട്ടി. അതെന്തായാലും അടിപൊളി കേവായിരുന്നു. മരമൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ എൻഡർമാനെ കണ്ടുപിടിക്കാൻ പോകുക. അതുകൊണ്ട് മരം പോവും. എൻഡർമാനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോകണം. ഡ്രാഗനെ കൊന്നിട്ട് ഡ്രാഗൻ്റെ എഗ് എടുത്ത് എലേറ്റർ മിക്കവാറും ഞാൻ എടുക്കത്തില്ല ഗൈസ്. കാരണം ഈ സീരിയസ് അവിടെ കൊണ്ട് നിർത്തുകയാണ്. ഡ്രാഗനെ കൊല്ലുന്ന പറയുമ്പോൾ നമ്മുടെ ഈ സീരിയസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സീരീസ് തുടങ്ങാം. മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ വേറൊരു സീരീസ് നമുക്ക് തുടങ്ങാം ഗൈസ്. മരം അതുകൊണ്ട് ഓക്കെ മരം. ഡ്രാഗനെ കൊല്ലുന്നു, ഡ്രാഗൻ്റെ എഗ്ഗ് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഗോൾ. കുറച്ച് തോനെ മരം വേണ്ടി വരും. കാരണം നമ്മൾക്ക് 2 ഫാം ഉണ്ടാക്കണം, ബ്രിഡ്ജ് ഉണ്ടാക്കണം ഗൈസ്. ബ്രിഡ്ജ് ഉണ്ടാക്കാൻ എനിക്ക് ഒരു പ്ലാനൊന്നുമില്ല. മിക്കവാറും സ്ലാബ് അടുക്കി വെച്ചിട്ട് സൈഡിൽ ഫെൻസ് വെക്കത്തേ ഉള്ളതായിരിക്കും. ഇതും കൂടെ വെട്ടിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അയ്യോ അമ്മേ,
മുറിയട്ടെ, മരം മുറിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് വീട്ടിൽ പോകാം ഗൈസ്. നമ്മൾ നമ്മുടെ ഐലൻഡിന് ഒരു വലം വെച്ചിട്ടില്ല, വെക്കും മിക്കവാറും. എൻ്റെ കയ്യിൽ എവിടെയോ ഒരു ക്രാഫ്റ്റിൻ്റെ അത് ഞാൻ ആ കേവിൽ വെച്ചിട്ട് മറന്ന് തിരിച്ചെങ്ങാണ്ട് ഇറങ്ങിപ്പോയിരുന്നു ഗൈസ്. കയറി മേളിൽ ചെന്നിട്ട് വേണം. അയ്യോ കുഴി. കൊള്ളാം. ആ ക്രാഫ്റ്റിൻ്റെകൾ എടുത്തിട്ട് നമുക്ക് താഴോട്ട് വരാം. മൈൻക്രാഫ്റ്റ് പെട്ടെന്ന് അങ്ങ് രാവിലെ അല്ല രാത്രിയാണ് ഗൈസ്, എന്താണെന്നറിയത്തില്ല. സമയം പോകുന്ന പോക്കേ. ഇവിടെ തടി വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു തടിയുണ്ട്, വേറൊന്നുമില്ല. ഒരു സ്റ്റിക്കുണ്ട്, വേറൊന്നുമില്ല ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. ഇവിടെ നിന്ന് ഉണ്ടാക്കണം. ഫെൻസ് ഉണ്ടാക്കാൻ എന്തൊക്കെയായിരുന്നു എൻ്റെ മറന്നുപോയി. ഓക്കെ, 2 സ്റ്റാക്ക് 6 കിട്ടിയിട്ടുണ്ട് നമുക്ക്. സ്റ്റിക്ക് 14 എന്തൊക്കെയായിരുന്നു വേണ്ടുന്നത്? 21 ഉണ്ടാക്കാൻ പറ്റും, 21. കുറച്ചുകൂടെ ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, പിന്നെ ഇനി എന്താണ്? ഇത് പെട്ടെന്നൊരു സൗണ്ട്. ഓക്കെ, 2 ഡോറും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വേണ്ടുന്ന ഈ ഒരു സാധനം വേണമായിരുന്നു. അത് നമുക്ക് ഒരു വൂളിൻ്റെ ഒരു ഇതുകൂടെ വേണമായിരുന്നു, കാർപ്പറ്റ്. അത് വെച്ചിട്ട് പരിപാടിയുണ്ട് ഗൈസ്. രാത്രിയായ രാത്രി. ഓക്കെ ഗൈസ്, നമുക്ക് ഉറങ്ങിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ഫാമിൻ്റെ പണിയിലേക്ക് പോകാം. അപ്പം കുറച്ച് വീറ്റ് കൂടെ വേണം. എൻ്റെ കൈ വീറ്റ് ഇരിപ്പോയില്ല, അവിടുന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉണ്ടാക്കി നമുക്ക് ചങ്ക് ലോഡാവുന്നിടത്ത് ഉണ്ടാക്കിയ ഏകദേശം. ഫുഡ് ഓടി ഹങ്കർ ലെവൽ കുറഞ്ഞു ഗൈസ്. ഓക്കെ, നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ടങ്ങ് ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ ഉണ്ടാക്കാം. ഞാൻ സർക്കിളിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്, പിന്നെ വിചാരിച്ച സർക്കിളിൽ വേണ്ടെന്ന്. 3 4 5 6 6 7 അങ്ങോട്ട് 7. അയ്യോ, ഇതൊക്കെ മുറിച്ചിക്കളാം. കറക്റ്റ് ഇല്ലയോ? യെസ്, കറക്റ്റാണ് ഗൈസ്. ഇതിനകത്ത് നമുക്ക് ഡോർ നോക്കാം. ഇതാർക്ക് കൊടുക്കണം? 18 എണ്ണങ്ങളുണ്ട്. വട്ടത്തിലുണ്ടാക്കണോ? വട്ടത്തിലുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഗൈസ്. ഓക്കെ, മതിയോ? ഇല്ല, പോരാ. ഇവിടെ നിന്ന് പറഞ്ഞോടെ വെട്ടി കളഞ്ഞിട്ട് ഇവിടെ ഒരു ഡോർ കൂടെ വെച്ചേക്കാം. അയ്യോ, ഡോർ വെച്ച് മാറിപ്പോയി. ഓക്കെ, ഇത് നമുക്ക് പശുവിനെ ഇടാം, ഇത് നമുക്ക് ആടിനിടാം. പിന്നെ നമുക്ക് 2 കാർപ്പറ്റ് കൂടെ നമ്മൾ എടുത്തായിരുന്നല്ലേ ഇവിടെ. ഓക്കെ, പശുവിനെ ഇടാൻ ചെറുത് മതി ഗൈസ്. അത് ഇവിടെ ഒരെണ്ണം വെക്കണം. അടുത്തത് വേണ്ടേ ഇവിടെ വെക്കണം, കാരണം നമുക്ക് ചാടിക്കയറാൻ എളുപ്പത്തിന്. ഇനി നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് വീറ്റ് വേണം. വീറ്റ് ഇവിടെ കാണും, അവിടെ മേളിൽ പോകുന്നുണ്ട്. അതിങ്ങനെ തൂക്കാം. എൻ്റെ ക്യാരറ്റ് പിന്നെ കിളിക്കുന്നില്ല, അത് മറ്റേ ചങ്ക് ലോഡാവാത്തതുകൊണ്ട് അതിനൊരു അനക്കവും ഇല്ല. വളർന്നിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല. 3 എണ്ണം കിട്ടുമോ? എത്ര എണ്ണം ഉണ്ട്? 1 മിനിറ്റ് ഗൈസ്. ചെറുതായിട്ട് നമ്മൾ ഇനി നമുക്ക് വീറ്റ് എടുത്ത് 4 വീറ്റ് കിട്ടി ഗൈസ്. 4 വീറ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യമേ ആടിനെ കൊണ്ടുവരാൻ തോന്നിക്കുന്ന ആട്. വമഞ്ഞേ
അയ്യോ കണ്ണാണോ വയ്യ. അകത്ത് കയറ്. അകത്ത് ഓടിയ ഒറ്റ ട്രിപ്പിൽ 2 വന്നായിരുന്നു ഈ കൊള്ളായിരുന്നു. മക്കളവിടെ നിൽക്കേ, ഞാൻ ഒരുത്തന്നെ അവിടെ കൊണ്ടുവരാം. അവിടെ ഒരു പശുവും കൂടെ നിൽപ്പുണ്ട്. ഒറ്റ ട്രിപ്പ് 2 ഞാൻ കൊണ്ടുവരാം. വാ 2 വെച്ച് നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഇത് മാറിയേക്ക് മതി. ഇനി ഒരു ആടും കൂടെ വേണം. അത് ഇവിടെ നേരത്തെ ഇവിടെ ഇഷ്ടംപോലെ ആടുണ്ടായിരുന്നു. ഇപ്പോഴും ആടിനെ ഒന്നും കാണുന്നില്ല. അയ്യോ, ആടുണ്ടോ? ആടിനെ കാണുവാനില്ല. കണ്ടു കിട്ടുന്നവർ ചാറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. അതെ ഇവിടുത്തെ ആടൊക്കെ അതും കൊള്ളാം. ഗൈസ് ആടിനെ ഒന്നും കാണുന്നില്ല ഗൈസ്. മരം മൊത്തം പൊഴിഞ്ഞ് വീണത് ഇവിടെ തന്നെ നട്ടു വെച്ചേക്കാം. ഒരു കുട്ടിയാട് ഇപ്പോൾ ഉണ്ട്. വലുതില്ല അപ്പം തൽക്കാലം ഇതിനെ കൊണ്ടോ. എന്തായാലും വലുതാവും. ഉണ്ടല്ലേ പറ. ഓടിവാ. ഇപ്പം ആ പോകുന്ന വഴിക്ക് ഏതെങ്കിലും മുട്ടനാടിനെ കണ്ട കണ്ണ വാ ഒന്ന് ഓടി വാ, ഒന്ന് ചാടി വാ. ഓക്കെ ഗൈസ്, അകത്തോട്ട് കയറി വാ. അവിടെ നിന്ന് ഇനി നമുക്ക് ഇതിന് ഫുഡ് കൊടുക്കണം. അതിന് ഫുഡ് കൊടുത്തിട്ട് കാര്യമില്ല. ഫിഡായി ഇനി ഫുഡ് കൊടുത്തൊരു കാര്യമുണ്ടോ? ഇനി മാറി നിൽക്കുക. ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. അവിടെ ആയിക്കോട്ടെ, ഫുഡെല്ലാം തീർന്നു. ഇനി അത് അവിടെ നിന്ന് വലുതാവുകയാണെങ്കിൽ വലുതാവട്ടെ. ഇനി നമുക്ക് അടുത്ത പണി, എൻ്റെ ഫുഡെല്ലാം തീർന്നു അല്ലേ? ഇത് വെച്ച് സ്ലാബ് ഉണ്ടാക്കണം. അയ്യോ, സ്ലാബ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ 3 വേണം. അത് ക്രാഫ്റ്റിംഗ് ടേബിൾ മേലെ ഇരിക്കുക ഗൈസ്. അപ്പം നമുക്ക് വേണ്ട നമ്മുടെ ഫെൻസ് 7 കയ്യിൽ പോകുന്നുണ്ട്. അത് മതിയായിരിക്കും. സ്ലാബ് വേണം ഗൈസ്, സ്ലാബ്. ഞാൻ ഒരു ഡിസൈനും കണ്ടിട്ടില്ല പാലത്തിന്. ഇതെൻ്റെ സ്വന്തം ഡിസൈനാണെന്ന് ഞാൻ പറയുന്നു. ആ മേളിൽ നിന്ന് ഉണ്ടാക്കിയതായിരുന്നു, മറന്നുപോയി. അല്ല, സ്ലാബ് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു? ഇത് സ്ലാബ് ഉണ്ടാക്കുന്നത് എങ്ങനെയായിരുന്നു? സ്ലാബ് ഉണ്ടാക്കുന്നത് മറ്റേ 3 വെച്ചാൽ അതായിരുന്നു. വെറുതെ റെസിപ്പി മറന്നു വന്നു കേസ്. എത്രണ്ണമായി? 2 ഓക്കെ, മതിയാവുമെന്ന് പിന്നെയും പ്രതീക്ഷിച്ചുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ പാലം ഉണ്ടാകുന്നിടത്തോട്ട് ഓടിയിട്ട്. ഇവിടെ ചെറിയൊരു ലാഗ് പോലെ. ഇവിടെ വില്ലേജറെല്ലാം സോംബി അടിച്ച് ചത്ത് കഴിച്ച്. ഞാൻ പിടിച്ചിട്ട് 2 വില്ലേജറും പിന്നെ മേളിലൊരു ബ്ലാക്ക് സ്മിത്ത് അങ്ങാണ്ടേ ബാക്കിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് അയ്യോ, വെള്ളം. ഈ വെള്ളത്തിൽ വീഴുന്നതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഈ കട്ടയൊക്കെ ഞാൻ പൊട്ടിച്ചോളാം ഗൈസ്. പാലം വന്നാൽ പിന്നെ ഇവിടെ കട്ടയുടെ ആവശ്യമില്ല. പാലം വന്ന ഉള്ളി പാലം ഇതല്ലേ സ്ലാബ്. എന്ത് ചെയ്യും? ഓക്കെ, ഇതൊരു ബ്ലോക്കായി. 4 അല്ലേ? ഓക്കെ, 4. എത്ര വേണ്ടി വരുമെന്ന് അറിയത്തില്ല. 7 ഫെൻസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ തടിയില്ല ഗൈസ്, അതും തീർന്നു.
എണ്ണം മതിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് അപ്പുറത്ത് ഐലൻഡിലേക്ക് പോകേണ്ടി വരും ഗൈസ്. ഞാൻ ഈ സീരീസിൽ ഇതൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ വേൾഡിൻ്റെ സീഡ് തന്നെ എടുത്ത് തീർന്നു. ഈ വേൾഡിൻ്റെ സീഡ് തന്നെ എടുത്ത് നമുക്ക് ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യ് ഗൈസ്. വേണോ വേണ്ടായോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അയ്യോ സ്ലാബ് തീർന്നു, അതും പൊട്ടിപ്പോയി. മുങ്ങിക്കോ. സ്ലാബ് തീർന്നു. അല്ല സ്ലാബല്ല തീർന്നത്, ഫെൻസ് തീർന്നു. സ്ലാബുണ്ട്, സ്ലാബുണ്ട്. ഒരു സ്റ്റാക്ക് സ്ലാബ് പോയിരിക്കുന്നു. എങ്കെ ഫെൻസ്. ഓക്കെ, ഞാൻ കുറച്ച് സ്ലാബ് കൂടെ അല്ല ഫെൻസ് കൂടെ ഉണ്ടാക്കിയിട്ട് ഇതാ വരുന്നു ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയ്ക്ക് അത് വലിയ കണ്ടൻറ്റൊന്നും ഇല്ലെന്നറിയാം, എന്നാലും നെതറിൽ പോകാൻ വയ്യാതെ എടുത്ത വീഡിയോ ആണ്. പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ വ്യൂസും കിട്ടത്തില്ല. മറ്റേ ഇത് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഒരു ദിവസം ആഴ്ച ഒരു വീഡിയോ വെച്ചിട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇട്ടില്ലെങ്കിൽ ഇത് മോശമില്ലേ. അപ്പോൾ ഇനി തൊട്ട് ആഴ്ച ഒരു വീഡിയോ വെച്ച് കാണത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ എൻ കാർഡോക് സൈനിങ് ഓഫ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.